നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ സുദർശനൻ. ഇന്നത്തെ ഹെൽത്ത് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് വൈറ്റമിൻ ഡി ആൻഡ് ഡെന്റൽ ഹെൽത്ത് അഥവാ വൈറ്റമിൻ ഡിയും ദന്ത ആരോഗ്യവും. ശരീരത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഇത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് ഇതിനെ നാം സൺഷൈൻ വൈറ്റമിൻ എന്നും പറയും. സൺറേസിലെ അൾട്രാവയലറ്റ് വിഭാഗത്തിലുള്ള റേസ് ആണ് ഇതിന് വേണ്ടത്. അതിൽ UVB എന്നുള്ള റേസ് ആണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമുള്ളത്. UVBയിൽ നിന്നാണ് വൈറ്റമിൻ ഡി സിന്തസൈസ് ചെയ്യുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്ന് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ D3 ഉൽപ്പാദിപ്പിക്കുന്നു? അതിന് 4 സ്റ്റെപ്സ് ആണ് പറയുന്നത്. സൂര്യന്റെ പ്രകാശത്തിൽ നിന്ന്, അതായത് UVB റേസ്, അത് നമ്മുടെ ശരീരത്തിലെ സ്കിന്നിലെ ഒരു കൊളസ്ട്രോൾ ആയ 7-ഡീഹൈഡ്രോ കൊളസ്ട്രോളിനെ പ്രീ വൈറ്റമിൻ D3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഉടൻ തന്നെ വൈറ്റമിൻ D3 എന്ന കോൾ കാൽസിഫറോൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ വൈറ്റമിൻ D3 ലിവറിൽ സ്റ്റോർ ചെയ്യും. അത് 25-ഡീഹൈഡ്രോക്സി വൈറ്റമിൻ ഡി ആയിട്ട് ഉള്ള ഫോമിലാണ്. അതിന് നമ്മൾ കാൽസിഫിഡയോൾ എന്ന് പറയും. ഇത് പിന്നീട് കിഡ്നിയിലോട്ട് പോകുന്നു. ആ ഫോമിനെയാണ് നമ്മൾ കാൽസിട്രയോൾ അല്ലെങ്കിൽ 125-ഡീഹൈഡ്രോക്സി വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും ഒരു ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ D3 എന്ന് പറയുന്നത്. ഈ വൈറ്റമിൻ്റെ ഫോമാണ് പിന്നെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും അത് ആക്ട് ചെയ്ത് കാൽഷ്യം, ഫോസ്ഫറസ് എന്നീ മിനറൽസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അത് കാരണം പല്ലിലും എല്ലിലും ഒക്കെ ഉള്ള ശക്തി കൊടുക്കാനും ഇത് സഹായിക്കുന്നു. എന്തൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ? ഇമ്പോർട്ടൻസ് ഓഫ് വൈറ്റമിൻസ്. വൈറ്റമിൻ ഡി നമ്മുടെ രക്തത്തിലെ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിങ്ങനെയുള്ള മിനറൽസിനെ റെഗുലേറ്റ് ചെയ്യാനും നല്ല ബോൺസ് സ്ട്രോങ് ആവാനും അതുപോലെ ഹെൽത്തി ടീത്ത് ലഭിക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വൈറ്റമിൻ D3യുടെ കുറവ് കാരണം ഇടയ്ക്കിടെ ഇൻഫെക്ഷൻസ് വരാം. അതുകൊണ്ട് തന്നെ ഒരു ഒപ്റ്റിമൽ വൈറ്റമിൻ D3 ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കാരണം ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടെ വരുന്നത് ഒഴിവാക്കാം. എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ? പ്രധാനമായും പറയേണ്ടത് മസിൽ പെയിൻ, അതുപോലെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ബോൺ പെയിൻ, പിന്നെ ഉള്ളത് ഇടയ്ക്കിടയ്ക്കുള്ള ഇൻഫെക്ഷൻസ്, വിശപ്പില്ലായ്മ, മൂഡ് ചേഞ്ച്, ഉറക്കമില്ലായ്മ, എപ്പോഴും ഒരു ക്ഷീണം, ഇതൊക്കെയാണ്. വൈറ്റമിൻ ഡി കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖത്തിനെ പറയുന്നതാണ് റിക്കറ്റ്സ്. അത് ഇംപ്രോപ്പർ ആയിട്ടുള്ള ബോൺ ഫോർമേഷൻ ആണ് അവിടെ നടക്കുന്നത്. പ്രായമായവരിൽ ഇതിനെ നമ്മൾ ഓസ്റ്റിയോമലേഷ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് കാൽഷ്യം, ഫോസ്ഫറസ് എന്നിങ്ങനെയുള്ള മിനറൽസിന് ഇംപ്രോപ്പർ ആയിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കുന്നതുകൊണ്ടാണ് ഓസ്റ്റിയോമലേഷ്യ ഉണ്ടാകുന്നത്. പിന്നെ ഏതൊരു പ്രായക്കാരിലും വൈറ്റമിൻ D3യുടെ കുറവ് കാരണം ക്യാൻസർ, അതുപോലെ ഹാർട്ടിന് പ്രോബ്ലം, എല്ല് ഒടിവ് വരാം, പ്രമേഹം എന്നിങ്ങനെയുള്ള പല അസുഖങ്ങൾ ഉണ്ടാകും. റിക്കറ്റ്സ് എന്നുള്ളത് കുട്ടികളിൽ എല്ലിന് ബലക്ഷയം ഉണ്ടാകുമ്പോൾ വരുന്ന ഒരു അസുഖമാണ്. ഇത് ഒത്തിരി നാള് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. ജനറ്റിക്കലായിട്ടും റിക്കറ്റ്സ് ഉണ്ടാകാം. വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കുട്ടികളുടെ ശരീരത്തിൽ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിങ്ങനെയുള്ള മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ
സഹായിക്കും. ഇതാണ് റിക്കറ്റ്സ്, അതായത് ബോ ലെഗ്സ് ആണ്. കേർവ്ഡ് ആയിട്ടുള്ള എല്ലുകളാണ്. ഇവിടെ കണ്ട കേർവ്ഡ് ആയിട്ടുള്ള ടിബിയ, ഫിബുല, അതുപോലെ ഫീമർ, റേഡിയസ് ആൻഡ് അൾന, ഹ്യൂമറസ് എല്ലുകളെല്ലാം ഒരു വളവുണ്ടാവും. കൂടുതലും കുട്ടികളിൽ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയുമ്പോൾ, അതുപോലെ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്ന കുട്ടികളിൽ, അതായത് ഇപ്പോൾ കൂടുതൽ കുട്ടികളും വീടിനുള്ളിലാണ് കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വെയിലിന്റെ അഭാവം കൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും അതുപോലെ റിക്കറ്റ്സും ഉണ്ടാകാം. അതുപോലെ തന്നെ ഇതൊരു ജനറ്റിക് രോഗവുമാണ്. ഇതാണ് നോർമൽ ആയിട്ടുള്ള കുട്ടികളിൽ കാണുന്നത്. ഇതാണ് റിക്കറ്റ്സ്, അതായത് ബോ ലെഗ്സ്, കാലുകൾ വളഞ്ഞു പോകുന്നു. എല്ലുകളുടെ ബലക്കുറവാണ് ഇതിന് കാരണം. ഇതാണ് ഓസ്റ്റിയോമലേഷ്യ. ഓസ്റ്റിയോമലേഷ്യ എന്നുള്ളത് സോഫ്റ്റ് ബോൺ ഡിസീസ് എന്ന് പറയും. ഇവിടെ എല്ലുകൾക്കും സന്ധികൾക്കും വളരെ വേദന, മസിൽ പെയിൻ, അതുപോലെ നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, മസിലൊക്കെ ഒരു കോച്ചിപ്പിടുത്തം എന്ന് പറയും. അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെയാണ് നമുക്ക് ഓസ്റ്റിയോമലേഷ്യയിൽ കാണുന്നത്. ഇത് ഇന്നഡിക്വേറ്റ് ആയിട്ട്, അതായത് വേണ്ട മിനറലൈസേഷൻ കിട്ടാതെ വരുമ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്. ഇതാണ് ഹെൽത്തി ബോൺ. ഇത് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടായ ബോൺസ്. ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളത് ഒരു സൈലന്റ് ഡിസീസ് ആണ്. കാരണം ഇത് നമ്മൾ അറിയുന്നില്ല. അതെന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടാകുമ്പോഴുള്ള സിംറ്റംസ് കൊണ്ടാണ് നമ്മളിത് ഓസ്റ്റിയോപോറോസിസ് ആണെന്ന് അറിയുന്നത്. അതുവരെ നമ്മൾ ഇത് അറിയാതെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഓസ്റ്റിയോപോറോസിസ്. ഇവിടെ ക്രമേണ എല്ലുകൾക്ക് അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയും അത് കാരണം ഈ എല്ലുകളെല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. എല്ലിന്റെ ആരോഗ്യം, അതുപോലെ കാൽഷ്യം റെഗുലേഷൻ, നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, മൂഡ് റെഗുലേറ്റ് ചെയ്യുക, നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യം, ക്യാൻസർ പ്രിവെൻഷൻ, ദെൻ പ്രമേഹം ട്രീറ്റ്മെന്റ്. ഇതെല്ലാമാണ് നമ്മുടെ വൈറ്റമിൻ ഡിയുടെ മെയിൻ ഫങ്ഷൻസ്. വൈറ്റമിൻ ഡി എങ്ങനെ നമുക്ക് വായുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്താം? ഇത് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലെ കാൽഷ്യം മെറ്റബോളിസത്തെ റെഗുലേറ്റ് ചെയ്യാനും അതുമൂലം എല്ലുകൾക്കും പല്ലുകൾക്കും ബലം കൊടുക്കാനും സഹായിക്കുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്കുള്ള ഇൻഫെക്ഷൻസ്, അതുപോലെ ദന്തക്ഷയം, മോണരോഗം പോലുള്ള അസുഖങ്ങളും പ്രതിരോധിക്കാനായിട്ട് വൈറ്റമിൻ ഡി സഹായിക്കുന്നു. പല്ലിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇനാമൽ ഉണ്ട്. പുറമേ കാണുന്നതിന് നമ്മൾ ഇനാമൽ എന്ന് പറയും. കുറച്ചുകൂടെ ഉള്ളിലുള്ളതിനെ നമ്മൾ ഡെന്റിൻ എന്ന് പറയും. അതിന്റെ ഉള്ളിലുള്ളതിനെ നമ്മൾ പൾപ്പ് എന്ന് പറയും. ഇനാമലാണ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഇനാമൽ. ഈ പൾപ്പ് എന്നുള്ള ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് വെസൽസും അതുപോലെ നെർവ്സും എല്ലാം ഉള്ളത്. അത് കാരണം നമ്മുടെ കേട് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവപ്പെടുന്നത്. അതുപോലെ ഈ മോണയും പല്ലിനെ ഇടയിലായിട്ട് ഒരു ഇതുണ്ട്. തന്നെയാണ് നമ്മൾ പെരിഡോണ്ടൽ ലിഗമെന്റ് എന്ന് പറയും. പെരിഡോണ്ടൽ ലിഗമെന്റ്. അതുപോലെ അതിന് ചുറ്റുമുള്ള ഭാഗത്ത് നമ്മൾ അൽവിയോളാർ ബോൺ അല്ലെങ്കിൽ എല്ല് എന്ന് പറയും. ഇതാണ് നമ്മുടെ പല്ലിനെ സംബന്ധിച്ച് ഉള്ള പാർട്സ്. ഇനാമൽ, ഡെന്റിൻ, പൾപ്പ്, നെർവ്സ്, ബ്ലഡ് വെസൽസ്, റൂട്ട്, ഈ മുകളിൽ കാണുന്ന ഭാഗത്തെ ക്രൗൺ എന്നും
നമ്മൾക്ക് കാണാൻ പറ്റാതെ, അതായത് മോണയുടെ ഉള്ളിലോട്ട് ഇരിക്കുന്നതിനെ നമ്മൾ റൂട്ട് എന്ന് പറയും. ഈ വൈറ്റമിൻ ഡി എന്തൊക്കെ ചെയ്യും? ഇനാമലിന് സ്ട്രെങ്ത് കൊടുക്കും, ഡെന്റിന് സ്ട്രെങ്ത് കൊടുക്കും, അതുപോലെ ടൂത്ത് ഡെവലപ്മെന്റ് അഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ദന്തക്ഷയം, മോണരോഗം പോലുള്ള അസുഖങ്ങളെ കുറയ്ക്കും. വൈറ്റമിൻ ഡി കുറവ് കാരണം ഇൻഫെക്ഷൻസ് വരാം. അത് കാരണം മോണരോഗം അതുപോലെ ദന്തക്ഷയം ഒക്കെ വരാവുന്നതേ ഉള്ളൂ. വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി കാരണം കുട്ടികളിൽ ഇനാമലിന് എന്തെങ്കിലും ഡിഫക്ട്സ് വരാം, ഡെന്റിൻ അതുപോലെ ടൂത്ത് മിനറലൈസേഷനിൽ എന്തെങ്കിലും ഡിഫക്ട്സ് വരാം. പ്രായമായവരിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ റാക്കൈറ്റിക് ടൂത്ത് എന്ന് പറയും. അത് കാരണം പല്ല് പെട്ടെന്ന് പൊടിഞ്ഞു പോവാനും അതുമൂലം അതിന് ദന്തക്ഷയം ഉണ്ടാകാനും മോണരോഗങ്ങൾ ഉണ്ടാകാനും ഒക്കെ കാരണമാകുന്നു. ഇതാണ് റാക്കൈറ്റിക് ടൂത്ത്. നമ്മൾ ഒരു സിമ്പിൾ എക്സ്റേ എടുത്ത് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റ് ആണിത്. സാധാരണ നമ്മുടെ പൾപ്പ് എന്ന് പറയുന്നത് കാറ്റ് ഇയേഴ്സ് പോലെയാണ്, പൂച്ചയുടെ ചെവി പോലെയാണ് അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. എന്നാൽ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് അതിന്റെ പൾപ്പ് ഹോൺ എടുത്ത് നോക്കിയാൽ ചെയർ ഷേപ്പ് ആയിട്ട് കാണും. ചെയർ ഷേപ്ഡ് പൾപ്പ് ഹോൺ സീൻ ഇൻ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി. ഇങ്ങനെയാണ് നമ്മൾ ഒരു സിമ്പിൾ എക്സ്റേ കൂടി വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് അറിയുന്നത്. ഇതിനെ നമ്മൾ റാക്കൈറ്റിക് ടൂത്ത് എന്നാണ് പറയുന്നത്. ദന്തക്ഷയത്തിന്റെ വിവിധ സ്റ്റേജസ് നോക്കാം. പറഞ്ഞു, ഇതാണ് ഇനാമൽ. ഇനാമലിൽ ഒരു ചെറിയ സ്പോട്ട് പോലെയാണ് ആദ്യം ദന്തക്ഷയം ഉണ്ടാകുന്നത്. അത് പിന്നീട് ക്രമേണ അതിന്റെ ഉള്ളിലോട്ടുള്ള ഡെന്റിൻ എന്ന ലെയറിലോട്ട് വരും. ഈ രണ്ട് സ്റ്റേജസിലും നമുക്ക് പെയിൻ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഫില്ലിംഗ് ചെയ്ത് തന്നെ ഇത് ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അടുത്ത സ്റ്റേജിനെ നമ്മൾ പൾപ്പൈറ്റിസ് എന്ന് പറയും. ഇവിടെ ഉള്ളിലുള്ള പൾപ്പ് ഇൻഫെക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന ഓപ്ഷനിലോട്ട് പോകേണ്ടി വരും. അതാണ് വേര് ചികിത്സ എന്ന് പറയും. ഇതിലുള്ള പൾപ്പിനെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് ഇതിനകത്ത് വേറൊരു മെറ്റീരിയൽ വെച്ച് അടച്ച് എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. അതിനുശേഷം അപ്പൈക്കൽ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയും. അതായത് വേരിന്റെ അറ്റത്ത് ഒരു പൾപ്പ് പോലെ ഒരു ഇത് വരുന്നുണ്ട്. അത് ഈ മോണയ്ക്ക് ചുറ്റുമുള്ള പെരിഡോണ്ടൽ ലിഗമെന്റ് അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഈ പല്ലിന് ആട്ടം വരികയും അത് പിന്നീട് എടുത്ത് കളയേണ്ട അവസ്ഥ വരികയും ചെയ്യും. എന്തൊക്കെയാണ് കേരീസ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ദന്തക്ഷയത്തിന്റെ സ്റ്റേജസ്? ഇതാണ് ഇനാമൽ കേരീസ്. ഇനാമൽ എന്ന് പറയുന്നത് ഹാർഡ് സബ്സ്റ്റൻസ് ഇൻ ദ ബോഡി എന്ന് പറഞ്ഞു. അപ്പൊ ഇനാമലിൽ ഒരു ചെറിയ സ്പോട്ട് ആയിട്ട് വരാം. പിന്നെ ഡെന്റിനൽ കേരീസ് ഉണ്ട്, അതായത് ഉള്ളിലുള്ള ലെയർ. ഡെന്റിനിലോട്ട് ഈ കേട് വരുമ്പോൾ അതിനെ ഡെന്റിനൽ കേരീസ് എന്ന് പറയും. ഈ രണ്ട് സ്റ്റേജസിലും പേഷ്യന്റിന് പെയിൻ ഉണ്ടാവുന്നില്ല. എന്നാൽ അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ അത് പൾപ്പിനെ ബാധിക്കും. അതായത് ഉള്ളിലോട്ടുള്ള പൾപ്പ് എന്ന് പറയുന്നതിൽ ആണ് നെർവ്സും ബ്ലഡ് വെസൽസും ഉള്ളത്. അത് കാരണമാണ് പേഷ്യന്റിന് അസഹനീയമായ വേദന അനുഭവപ്പെടുന്നത്. പൾപ്പ് ഇൻഫെക്റ്റ് ആവുമ്പോഴത്തേക്ക് നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന ഓപ്ഷനിലോട്ട് പോകേണ്ടി വരും. നാലാമത്, ഇവിടെ കേട് വന്നിട്ട് അത് വേരിന്റെ അറ്റത്ത് വന്ന് എത്തും. ഈ സമയത്ത് വളരെയേറെ പെയിൻ ആണ് പേഷ്യന്റിന്. ഇതിന് നമ്മൾ അപ്പൈക്കൽ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയും. ഇതാണ് അപ്പൈക്കൽ പെരിഡോണ്ടൈറ്റിസ്. അതായത് വേരിന്റെ അറ്റത്ത് കേട്, അവിടെ ഒരു പഴുപ്പ് പോലെ വരുന്ന ഒരു സാഹചര്യമാണ് ഈ അപ്പൈക്കൽ പെരിഡോണ്ടൈറ്റിസ്.
ശരിയായ വൈറ്റമിൻ ഡി ലെവൽസ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ദന്തക്ഷയവും മോണരോഗവും അതിനനുബന്ധിച്ചുള്ള പല്ല് പൊടിഞ്ഞു പോവുക, പല്ല് പൊട്ടി പോവുക എന്നുള്ള അവസ്ഥകളൊക്കെ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായി നാം എന്തൊക്കെ ചെയ്യണം? വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിൽ ലഭിക്കാനായി വെയിൽ കൊള്ളുക. അതുകൊണ്ട് തന്നെ ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നാണ് പറയുന്നത്. പകൽ 10 മുതൽ 3 വരെയുള്ള വെയിലാണ് വൈറ്റമിൻ D3 കിട്ടാനായി കൊള്ളേണ്ടത്. 15 മുതൽ 20 മിനിറ്റ് വരെ കൊണ്ടാൽ മതിയാകും. ഇത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും വൈറ്റമിൻ ഡി കിട്ടാവുന്നതാണ്. അതിനായി പാലുൽപ്പന്നങ്ങൾ, മഷ്റൂം, ഫാറ്റി ഫിഷ് എന്നിങ്ങനെയുള്ള ഫുഡുകൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇത് 2 രീതിയിലും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഡോക്ടറിനെ കണ്ട് വൈറ്റമിൻ D3 സപ്ലിമെന്റ്സ് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി എങ്ങനെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ അളവ് നമുക്ക് അറിയാൻ സാധിക്കും? അതിനാണ് വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് ഉണ്ട്. അത് 25 ഡീഹൈഡ്രോക്സി വൈറ്റമിൻ ഡി ആണ് നമ്മൾ ഇതിനു വേണ്ടി നോക്കുന്നത്. അതിന്റെ ഹെൽത്തി റേഞ്ച് എന്ന് പറയുന്നത് 30 to 100 നാനോഗ്രാം പെർ ml ആണ്. 30ക്ക് കുറവെന്ന് പറഞ്ഞാൽ അതിന് ഇൻസഫിഷ്യന്റ് എന്ന് പറയും. എന്നാൽ തീരെ ഇല്ല എന്നുള്ളത് ലെസ് ദാൻ 20 ആണ്. അതാണ് ഡെഫിഷ്യൻസി. 100ന് മുകളിലുള്ളത് റിസ്കി അല്ലെങ്കിൽ ടോക്സിസിറ്റി. അപ്പോൾ നമ്മൾ 30 to 100 എന്നുള്ള ഒരു വാല്യൂവിൽ നമ്മൾ നമ്മുടെ വൈറ്റമിൻ ഡി ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുക അത്യാവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ വൈറ്റമിൻ ഡി നമ്മുടെ ദന്താരോഗ്യത്തിന് വളരെയേറെ പങ്ക് വഹിക്കുന്നുണ്ട്. അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് ദന്തക്ഷയം, മോണരോഗം പോലുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കും. അതുപോലെ നിരന്തരമായി വരുന്ന ഇൻഫെക്ഷൻസിനെ തടയാനും ഇത് സഹായിക്കുന്നതാണ്. So keep smiling and stay healthy. Thank you. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.